വാരണാസി ഓൾറെഡി ഒരു പോയിന്റ് ആയിരുന്നു എഴുതി തുടങ്ങുമ്പോഴേ. ആ പ്ലേസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ ആ സ്ഥലം, ഈ ക്യാരക്ടേഴ്സിനെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ നമ്മൾ വിഷ്വൽ ചെയ്യാനല്ല ആക്ച്വലി, അത് ബേസിക്കലി അതൊന്ന് അണ്ടർലൈനിൽ നിന്നിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും പറയാനായിട്ട് ആ സ്ഥലം എനിക്ക് തോന്നി പ്രോപ്പറാണെന്നുള്ളത്. കാരണം അവിടെ കുറച്ച് നാൾ ചില്ല് ചെയ്തൊക്കെ നിന്നു. അപ്പോൾ ആ സ്ഥലത്തിന് അതിൻ്റേതായ ഒരു വൈബുണ്ട്. അപ്പോൾ എനിക്കത് തോന്നി, ഇത് പറയേണ്ടതാണ് എന്ന് തോന്നി. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിട്ടുള്ളത് ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 ആൺമക്കളാണ്. അപ്പം എനിക്ക് അതിൻ്റെ അച്ഛൻ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കണക്റ്റായി. അതായത് ആ ക്യാരക്ടർ എന്താണോ ചെയ്തത്, ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു വീട്ടിലെ അച്ഛൻ ഇങ്ങനെയാണ്. എനിക്കറിയാമെന്നുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്, അങ്ങനെയാണ് അവരുടെ ജീവിതമൊക്കെ. അപ്പോൾ അവർ നന്നാവത്തുമില്ല. അവർ പറയണ ചില ശീലം അങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ആംഗിള്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇവർ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇവർ ചെയ്യണ എല്ലാം കോമഡിയാണ്, ഡാർക്ക് കോമഡിയാണ് ഇവർ കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളും. പക്ഷേ അവർ ഭയങ്കര ഈഗോയും അവരുടെ ഡെസിഷൻസ് എല്ലാം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് കണ്ട് എഴുതിയത് തന്നെയാണ്. അത് കുറേ ആൾക്കാർക്ക് കണക്ട് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ക്ലൈമാക്സിലേക്ക് വരണമെന്ന് ഞാൻ ഇൻറ്റൻഷ്യലി നമ്മൾ ചർച്ചയിൽ ആഗ്രഹിച്ചിരുന്നു. എന്തെങ്കിലും ഒരു പുതിയ സാധനം നമ്മൾ കാണാത്ത, കേൾക്കാത്ത, അതുവരെ എവിടെയെങ്കിലുമൊക്കെ കണ്ടതോ കേട്ടതോ ഒക്കെ പോയാലും എൻഡ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അത് വേണമെന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ ഒരു ഡാർക്ക് ഹ്യൂമർ, അതേ പൊസിഷനിൽ ഒരു ഇമോഷൻ നടക്കുന്നിടത്തുനിന്ന് അത് ആ ഒരു ഡാർക്ക് ഹ്യൂമറിലേക്ക് ഷിഫ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തത്. അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത് എഡിറ്റിൽ അല്ലെങ്കിൽ അത് റിവ്യൂ സമയത്തൊക്കെ വർക്കാവുന്നില്ലായിരുന്നു. ഇപ്പോൾ ചിലർക്ക് ചിരിക്കണോ, ചിലർക്ക് ഇമോഷണൽ ആവണോ, അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ അവർ വന്ന് കാണുമ്പോൾ, ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ടീം അത് ഇമോഷണലിയാണ് എടുത്തത്. അയ്യോ വിഷമിച്ചിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്ത് കുറച്ച് പേര് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അത് വർക്കായി വന്നു. സാലിമയുടെ ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ കോമഡി ടു ഇമോഷണൽ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അപ്രപ്റ്റ് ആണ്. പെട്ടെന്ന് ഇമോഷനിലേക്ക് പോയി പിന്നെ കോമഡിയിലേക്ക്. സോ അങ്ങനെ ആ സ്ക്രീൻ പ്ലേ എഴുതി വന്നപ്പോൾ സാറിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഓഡിയൻസിൻ്റെ ഒരു ടെൻഷൻ ഈ ഒരു ഗ്രാഫിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ടോ, അതോ അങ്ങനൊരു തിങ്കിങ് നടന്നിരുന്നു അങ്ങനൊരു സംഭവം? നമ്മൾ ആദ്യമേ എഴുതുന്ന സമയത്ത് രണ്ടുപേരും കൂടിയാണ് എഴുതുക. അപ്പം ബേസിക്കലി ഇമോഷന് ഒരു സമയം കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്നും എത്ര സമയം വേണം ഈ ഒരു ഹ്യൂമർ എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ആ ടൈം സ്പേസ് ഉണ്ടല്ലോ, ആ ടൈം സ്പേസിനെ പറ്റി ഞങ്ങൾ കൂടുതൽ സമയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഒടനടി ഫാൽമി കണ്ടവർക്കറിയാം, ഇമോഷൻ വന്നു ആ അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഹ്യൂമറിലേക്ക് പോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് നടത്തിയൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഏത് സമയത്താണെങ്കിലും നമ്മളൊരു ഇമോഷൻ നല്ലൊരു പീക്ക് മൊമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വാരണാസിയിലെ ജനാർദ്ദന പൂപ്പനെ എല്ലാവരും പറയുന്ന ഒരു പോയിൻ്റാണ്, ആൾ തെറ്റി എന്ന് പറയുന്ന മൊമെൻറ്റിൽ തന്നെ അയാളുടെ ഇമോഷൻ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ബാലൻസിങ് ആണ്. അതുപോലെ തന്നെ ആക്ച്വലി ക്ലൈമാക്സ് സീക്വൻസിൽ ഒരേ സീൻ തന്നെ 2 ആസ്പെക്റ്റ് അല്ലെ 2 പെർസ്പെക്റ്റീവിൽ കാണിച്ചപ്പം ഒന്ന് ഇമോഷനും ദ സെയിം വേ അത് ഹ്യൂമറുമായി മാറുന്നു. ഒരേ സീൻ തന്നെയാണ്, പക്ഷെ അത് 2 രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നിതീഷിൻ്റെ ന്യൂട്രലായിട്ട് അവിടെ മ്യൂസിക് കൊടുത്തത് ന്യൂട്രൽ. അതായത് ഞാൻ ആദ്യം ചെയ്തത് ഒരു ന്യൂട്രലായിരുന്നു, ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല. അതായത് എങ്ങനെ വേണോ എടുക്കാം, അത് ഹ്യൂമർ ആവുന്നവർക്ക് ഹ്യൂമർ, അല്ലെങ്കിൽ പിന്നീട് അത് ഓക്കെ അതിനെ നമുക്കിനി ഓഡിയൻസിൻ്റെ ആംഗിളിൽ മ്യൂസിക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചെയ്തത് ലാസ്റ്റ് ആക്ച്വലി ഫൈനൽ മിക്സിന് മുന്നേ ഞാൻ വിഷ്ണു ചേട്ടനും കൂടെ നമുക്കിനി ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് വായിക്കാം, എന്തായാലും ഇത് ഓഡിയൻസിന് വേണ്ടി എഴുതിയതാണല്ലോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും കുറച്ച് പേര് ഹ്യൂമറിലേക്കാണെങ്കിൽ മെജോറിറ്റി ഓഡിയൻസിനെ നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഹ്യൂമറിലേക്ക് വായിച്ചിട്ടുണ്ട്. അത് പിന്നീട് അതിന് മുന്നേ ഉള്ളത് ഒരു ന്യൂട്രൽ സ്കോറായിരുന്നു. അവിടെ നിങ്ങൾക്ക് എങ്ങോട്ട് വേണോ ജമ്പ് ആവാം. അത് പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കാണുമ്പോൾ നമുക്കതിനകത്തൊരു എനിക്കൊരു ഭംഗി ഫീൽ ചെയ്തിരുന്നു അത്. പക്ഷേ ഇപ്പോൾ മെജോറിറ്റി 70% ആൾക്കാർക്കും അത് എക്സ്ട്രീം ഹ്യൂമറിലേക്ക് അത് പോകുന്നുണ്ട്. അതിന് ശേഷം അത് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് ചർച്ചകൾ ഇങ്ങനെ മേക്കിംഗ് സൈഡിൽ ഉണ്ടായിട്ടുണ്ട്. നിതീഷിൻ്റെ കോൺഫിഡൻസ്, അതായത് ഇത് വർക്കാകും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ എത്തണം. ആ ഒരു പോയിന്റ് തീരുമാനം എടുത്തതാണ് അത് വർക്കായത്.